ആണോ എന്നോട് ചോദിക്കും. 49ാമത്തെ പുസ്തകമാണ് ബൈബിളിലെ 49ാമത്തെ പുസ്തകമാണ് എബേസ് ലേഖനം. തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹെഡിങ് സഭയുടെ ഐക്യത. സഭയുടെ ഐക്യം. സഭയുടെ ഐക്യം. എഴുത്തുകാരൻ പൗലൂസ്. എഴുത്തുകാരൻ പൗലൂസ് എഴുതിയ കാലഘട്ടം AD 60. AD 60. റോമിൽ നിന്ന് പൗലൂസ് തടവിൽ ആയിരുന്നപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ പൗലൂസ്, തൃക്കിയോസ്, സാറേ രണ്ടാമത്തെ പറഞ്ഞ സാറേ പൗലോസ്, തൃക്കിയോസ്. 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 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ചേ. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ തട്ടായി പോയി കേൾക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 3-ാമത്തെ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. മതി. ഈ പുസ്തകത്തിന്റെ പരമപ്രധാനമായ കാര്യങ്ങൾ ഇതിൽ 2 വ്യക്തികളാണ് നമുക്കിവിടെ കാണാൻ. രണ്ട് വ്യക്തികൾ. ഇതിൽ നമുക്കറിയാം ലേഖനങ്ങളുടെ റാണി എന്ന് ഈ പുസ്തകത്തെ എഴുതണ്ട, ലേഖനങ്ങളുടെ റാണി എന്ന് ഈ പുസ്തകത്തെ വിളിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നറിയാമോ? ഇതിന്റെ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ഈ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ ഇതിന്റെ തീർത്തുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അമ്മ ഒത്തിരി അധ്യായങ്ങളൊന്നും ഇതിനകത്തില്ല, വെറും 6 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 6 അധ്യായത്തിനകത്ത് ഒത്തിരി ദൂതുകൾ, കുടുംബജീവിതത്തിലുള്ള ദൂതുകൾ, ശുശ്രൂഷയ്ക്കുള്ള ദൂതുകൾ, പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് പൗലൂസ് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതുകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം, ഒരു ദൈവ പൈതലില് ദൈവസനിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ലേഖനങ്ങളുടെ റാണി എന്ന് ഈ കാരാഗ്രഹ ലേഖനത്തിനകത്ത് ഫസ്റ്റ് പുസ്തകത്തിൽ വിളിച്ചു പറയുന്ന കാര്യം എന്നറിയാമോ? അതാ ഇവിടെ പറഞ്ഞ സ്വർഗത്തിലെ എന്താണ് സകല ആത്മീക അനുഗ്രഹങ്ങളാലും. കണ്ടോ, വേറെ ഒരു പുസ്തകത്തിനകത്തില്ലാത്തത് ഈ പുസ്തകത്തിലുണ്ട്. ആമേൻ. ഇതര ലേഖനങ്ങൾ പരിശോധിക്കുമ്പോ ഈ ലേഖനങ്ങൾക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷതകൾ അപ്പോസ്തലനായ പൗലൂസ് ഈ ലേഖനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം
ഒരിക്കലും കാരാഗ്രഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അഥവാ തടവറയിലായിരിക്കുന്ന വ്യക്തി ലേഖനങ്ങളോ പുസ്തകങ്ങളോ എഴുതാൻ കഴിയില്ല. കാരണമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാരാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കൽത്തുറുങ്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ ഏകദേശം 150 അടിയോളം താഴ്ചയിലുള്ള കാരാഗ്രഹ കുഴിക്കകത്തൊക്കെയാണ് ഇവർ തങ്ങുന്നത്. ഇവരെ അതിനകത്താക്കി ബന്ധിക്കുന്നത്. അവരെ ചങ്ങല ബന്ധിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് കൽത്തുറുങ്കെന്ന് പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ കാലും കൈയും ആമത്തിലിടുമ്പോൾ ഈ ആമം ഈ ശരീരത്തിൽ പിടിപ്പിക്കുമ്പോൾ തന്നെ അതിനെ കണക്ട് ചെയ്യുന്നത് ഈ കരിങ്കല്ലുമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ കരിങ്കല്ലിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശു കർത്താവിനെ അടക്കിയത് തന്നെ കരിങ്കല്ലിനാൽ വെട്ടിത്തീർത്ത കല്ലറയ്ക്കകത്താണ്. ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ ഈ ലേഖനങ്ങൾക്കകത്ത് ഏറ്റവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്കുകളാണ് ഇവിടെ പൗലൂസ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഇതിന്റെ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കുറച്ച് മുമ്പിലോട്ട് പഠിക്കേണ്ടതായുണ്ട്. കുറച്ച് കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞ് മുമ്പിലോട്ട് പോകാം. ചില കാര്യങ്ങളൂടെ നമുക്ക് എഴുതാം. പ്രൈസ് ദി ലോർഡ്. പ്രധാന വ്യക്തികൾ നമ്മൾ എഴുതി. സ്തോത്രം. എഫെസോസിലെ എഴുതിക്കട്ടെ. എഫെസോസിലും മറ്റെല്ലായിടത്തുമുള്ള വിശ്വാസികൾക്ക് രണ്ടാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം 2:8 മുതൽ 10 വരെയും 4:1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ. അടുത്ത ഹെഡിങ് എഴുതുക, സ്ഥിതി വിവരങ്ങൾ. ഈ പുസ്തകത്തിലെ സ്ഥിതി വിവരം. സത്യവേദ പുസ്തകത്തിലെ 49-ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 6. വാക്യങ്ങൾ 155. ചോദ്യം 1. ചരിത്രപരമായ വാക്യങ്ങൾ. (146) നിവൃത്തിയായ പ്രവചനങ്ങൾ. നിവൃത്തിയായ പ്രവചനം 1. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 8. അപ്പോൾ നമ്മൾ വേറെ ചില ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് ചോദ്യം ഒന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെതായ നിലയിൽ പൗലൂസ് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എഫേസ്യ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സഭ എന്ന് പറയുമ്പോൾ തന്നെ പൗലൂസ് ഒത്തിരി വില കൊടുത്താണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്.
സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ചങ്കിലെ ചോരയാണ്. സഭയ്ക്കകത്ത് പൗലോസ് ആക്കി വെച്ച അഭിഷക്തന്മാരെന്ന് പറയുമ്പോൾ അതിശക്തന്മാരാണ്. അന്ന് ഈ കാലഘട്ടങ്ങളിലെ പോലെ ഫോണൊന്നുമില്ല. അന്നെല്ലാം പൗലോസ് എഴുത്തിട്ട് ലെറ്റർ ഇട്ടാണ് ചോദിക്കുന്നത്. ഓരോ ലെറ്ററുകളും ഇട്ട് ചോദിക്കും, അവിടെ എങ്ങനെയുണ്ട് തീമോഥെയോസേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച്, നീ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനപ്പുറം നീ പോകരുത് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് എഴുത്തിടുന്നത്. ആ എഴുത്തിന് മറുപടിയും കൊടുക്കാറുണ്ട്. എന്നാൽ ഇന്നങ്ങനെയാണോ? സഭയ്ക്കകത്ത് അഭിഷക്തന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഉടനെ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത് അദ്ദേഹത്തിനെ മാറ്റാനുള്ള ശ്രമം നടത്തും. അത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സഭയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പലപ്പോഴും സഭയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും പല നിലയിലും അഭിഷക്തന്മാരെയും സഭയെയും അഭിഷക്തന്മാരെ കവിഞ്ഞ് സഭയെ ഭരിപ്പാൻ ജനം എഴുന്നേൽക്കുന്നത്. ശ്രദ്ധിക്കണം, ദൈവദാസൻ എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ മാത്രവുമല്ല, ദൈവം അഭിഷക്തന്റെ മുഖത്തെ നോക്കി പലരെയും ദൈവം താങ്ങിയിട്ടുണ്ട്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. ആമേൻ. നമുക്ക് ആ 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കും. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിന് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:7 ഒന്ന് വായിച്ചേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. മതി. അവിടെ ഒന്നുകൂടെ വൃത്തിയായിട്ട് വായിച്ചു പറയുന്നു, അവനാൽ നമുക്ക്, ആർക്ക്? നമുക്ക്, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക്. നോക്കിക്കേ, അവിടെ പറയുന്നത് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമാണ് എന്ന വീണ്ടെടുപ്പ്. ഒരു വീണ്ടെടുപ്പാണ്. അതാണ് ഒറ്റ ചോദ്യമേ ഇതിനകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തെ റാണി എന്ന് വിശുദ്ധന്മാർ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ വിളിച്ചു പറയുന്നത്? ഇതര അധ്യായങ്ങളിൽ ഇല്ലാത്തത് ഈ അധ്യായത്തിനകത്ത് സ്വർഗം കൊണ്ടുവന്നിട്ടുണ്ട് പൗലൂസിൽ കൂടെ. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മൾ ഈ 66 പുസ്തകത്തിനകത്ത്, ഈ 65 പുസ്തകത്തിനകത്തും ഇല്ലാത്തത്, അല്ലെങ്കിൽ 64 പുസ്തകത്തിനകത്ത് ഇല്ലാത്തത്, അല്ലെങ്കിൽ 65 പുസ്തകത്തിനകത്ത് ഇല്ലാത്തത് 66-ാമത്തെ പുസ്തകമായിരിക്കുന്ന സകലത്തെയും വെളിപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തകം എങ്ങനെ ഉണ്ടായി? ആ വെളിപ്പാട് പുസ്തകം എങ്ങനെ ഉണ്ടായത്? യോഹന്നാൻ വീട്ടിനകത്ത് ഇരുന്ന് ഉറങ്ങിയപ്പോൾ കിട്ടിയല്ലേ ദർശനമാണോ? അല്ല. അല്ല, യോഹന്നാൻ സഭയ്ക്കകത്ത് ആ സോഫ സെറ്റിനകത്ത് ഇരുന്നപ്പോ കിട്ടിയ വെളിപ്പാടാണോ? അല്ല. ഇന്നത്തെ സഭയ്ക്കകത്ത് സോഫയായി കഴിഞ്ഞു. ഇന്ന് ഒറ്റ പായില്ലല്ലോ സഭയ്ക്കകത്ത്. അതുകൊണ്ടൊന്നുമില്ല, പാസ്റ്റർമാർക്ക് വെളിപ്പാടുമില്ല. ഇരുന്നാൽ താന്നു പോകുന്ന സോഫ. അയ്യോ, കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയിരുന്നു. എനിക്ക് എണീക്കാൻ പെട്ട പാട്, മീറ്റിംഗ് സമയം വന്നപ്പോ എണീക്കാൻ പെട്ട പാട് എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം. കൈ കുത്തുമ്പോ കൈയും താന്നു പോകും. ആമേൻ. പിന്നെ പാസ്റ്റർ കൈ പിടിച്ചാണ് എണീറ്റത്. അത്ര പുതുപുതുപ്പുള്ള ശോഭയായി ഇപ്പോ. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എങ്ങനെ വന്നറിയാമോ? കാരാഗ്രഹത്തിൽ കിടന്നും പത്മോസിന്റെ ദ്വീപിൽ കിടന്നുമാണ് പുസ്തകങ്ങൾ ഭക്തന്മാർ എഴുതിയത്. സ്തോത്രം. ഇന്ന് ആമേൻ അതെല്ലാം ചവിട്ടിക്കളഞ്ഞിട്ട് ബൈബിള് പോലും കൊണ്ടുപോകാത്ത വില്ലന്മാരോട് കൈവെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ബൈബിള് പോലും പള്ളി കൊണ്ടുപോകാതെ പോകുന്നവരുമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പുസ്തകത്തിനകത്തുള്ള അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊന്ന് എഴുതിക്കോണേ. സ്തോത്രം. അടുത്ത ഹെഡിങ് എഴുതേണ്ടത് സ്തോത്രം, പൗലൂസിന്റെ വെളിപ്പാട്. ക്രിസ്തുവിൽ എന്നതോ
അതിന് സമാധാനങ്ങളായ പാതകളെ മറ്റൊരു പുതിയ നിയമഗ്രന്ഥത്തിലെ ഈ ലേഖനങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ ആയിരുന്ന വിശ്വാസിക്ക് പറ്റിയ ക്രിസ്തുവിൽ ഒന്നിന്റെ ഒന്ന് നമ്മൾ വായിച്ചു. 1:1 എബേസ്യർ 1:1 ക്രിസ്തുവിൽ എബേസ്യർ 1:1 അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട 1:4 1:4 ഇങ്ങനെ പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അതാണ് 1:4. അടുത്ത ക്രിസ്തുവിൽ നിയമിക്കപ്പെട്ട തിരഞ്ഞെടുക്കുകയും നിയമിക്കപ്പെട്ടും തിരഞ്ഞെടുക്കുകയും. 1:5 പ്രിയനായവനിൽ 1:6 അവനാൽ വീണ്ടെടുപ്പ് 1:7 1:7 ഇങ്ങനെ വായിക്കുന്നു, അവനാൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 1:7 അവനിൽ അവകാശം. 1:11 അവനിൽ അവകാശം. ക്രിസ്തുവിൽ ആശ വച്ചവർ 1:12 1:12 ഒന്ന് വായിക്കാമോ? 1:12 ഒന്ന് വായിക്കാമോ? ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. കണ്ടോ? അപ്പൊ നമ്മൾ എവിടെയാ ആശ വച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ. അതാണ് ഇവിടെ ആദ്യമേ പൗലൂസ് 1-ാം അധ്യായത്തിന് ആദ്യമേ വായിച്ചത് ഇങ്ങനെയാണ്. ഫസ്റ്റിലെ വായിച്ചത് ദൈവ ഇഷ്ടത്താൽ ക്രിസ്തേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ്. അപ്പൊ നമ്മൾ എവിടെ ആശ വയ്ക്കേണ്ടത്? ക്രിസ്തുവിൽ ആശ വെച്ചവർക്ക് കഷ്ടതയുണ്ട്, വേദനയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. പക്ഷെ അതിനപ്പുറം അതിന്റെ നമ്മൾ 11-ാം വാക്യം വായിച്ചു. അടുത്തു പറയുന്നത് അവനാൽ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ?
എഴുതിക്കോ, അവനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതിന്റെ 13ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? അവനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആരാൽ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ എഫേസ്യ സഭയെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സഭയ്ക്കകത്ത് കിട്ടാതെ പോയത് അന്ന് സഭകൾക്ക് കിട്ടി. ഇന്ന് സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നുമില്ല, അന്ന് കിട്ടി. അന്നത്തെ സഭയിൽ കടന്നു വന്ന വ്യക്തികൾക്ക് കറ തീർത്ത് അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെ അല്ല, മാറിപ്പോയി. നോക്കിക്കേ, 13ാമത്തെ വാക്യം പറയും എന്താണ്? അവനാൽ മുദ്രയിട്ടിരിക്കുന്നു. 13, 14 വായിക്കുന്ന ഇങ്ങനെയാണ്. മുദ്രയിട്ടു. 14ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തേശുവിൽ ഇരിക്കുക. ആമേൻ. ക്രിസ്തേശുവിൽ ഇതൊക്കെ എഴുതാനാണ്. 2ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാം. 2:6. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കണ്ടോ? 6ഉം 7ഉം വായിച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കി, 6ാമത്തെ വാക്യത്തിൽ നമ്മളോട് വായിച്ചത് എന്താണ്? ഇവിടെ വായിച്ചത് ക്രിസ്തയേശുവിൽ നമ്മെ കുറിച്ചുള്ള എന്താണ്? വാത്സല്യം. ഇന്ന് സഭയില് സ്തോത്രം നിന്നു പോയതാണ് വാത്സല്യം, അഥവാ സ്നേഹം നിന്നുപോയി സഭയ്ക്കകത്ത്. യേശുവിന്റെ സ്നേഹം സഭയ്ക്കകത്ത് നിന്നു പോയിരിക്കുന്നു. ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോ ലേഖനങ്ങളാ ഇന്ന് സഭയ്ക്കകത്ത് ആവശ്യം. സഭയ്ക്കകത്ത് ലേഖനങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ സഭയ്ക്കകത്ത് ഒരു സാക്ഷ്യം പറയാൻ എണീക്കുമ്പോൾ തന്നെ ലേഖനങ്ങൾ തന്നെ വായിക്കണം. അല്ലാതെ നമ്മൾ സഭയ്ക്കകത്ത് ഇന്നിപ്പോ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോയാൽ പോലും നമ്മൾ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ലേഖനങ്ങളാണ്. സ്തോത്രം. അതാണ് നമ്മൾ അനേക ദൈവാസന്മാരെ വിളിക്കുന്നത് തന്നെ അങ്ങനെയല്ലേ? ഓരോരുത്തരുടെ ശബ്ദങ്ങൾ മാറി മാറി വരട്ടെ എന്നാണ്. നോക്കിയേ, അടുത്ത് നമ്മൾ വായിക്കുന്നത് എഴുതിക്കേ 2:6 നമ്മൾ വായിച്ചു. ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. 2:10 ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. 2:10. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ വളരുന്നു. 2:21. അതെന്താ കർത്താവിൽ വളരുന്നു? അതല്ലേ പൗലോസ് പറഞ്ഞത്? ആമേൻ. അപ്പൊല്ലോസ് നട്ടു, അവര് നനച്ചു എന്നല്ല, നട്ടവനും നനച്ചവനുമല്ല, പിന്നെ ആരാ വളർത്തുമാറാക്കുന്നത്? ദൈവം അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ നട്ടത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. എന്നെ കർത്താവിൽ കൊണ്ടുവന്ന് ആരെന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും സുവിശേഷം പറഞ്ഞ് നമ്മൾക്ക് ഈ കർത്താവിലേക്ക് വന്നത്. നമ്മൾ ലാസ്റ്റ് മൂവിങ്ങിൽ നമുക്ക് പറയാൻ കഴിയും, ഇന്ന ആളാണ് നമ്മെ രക്ഷിത ഭാഗത്ത് കൊണ്ടുവന്ന് പറയാൻ പറ്റും. ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ട് എന്ന് പറയാം. അങ്ങനെയാണോ? ഇല്ല. പലരെയും സുവിശേഷം കേട്ടല്ലേ നമ്മൾ കർത്താവിലേക്ക് വന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, നട്ടവനും നനച്ചവനും ഏതുമല്ല, വളർത്തുമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവം എത്രേ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ധാരണയിലേക്ക് ഈ സഭയെ കൊണ്ടുവന്നു പൗലോസ്. നോക്കിക്കേ, അടുത്ത് നമ്മൾ 2:21 നമ്മൾ എഴുതിയോ? 2:21 എഴുതിയില്ലല്ലേ? ആമേൻ. ക്രിസ്തയേശുവിൽ
കൂട്ടവകാശികൾ. ക്രിസ്തേശുവിൽ കൂട്ടവകാശികൾ. 2:21. ആമേൻ. ഒന്ന് വായിക്കാമോ? 2:21 ഒന്ന് വായിക്കാമോ? സ്തോത്രം. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഭയങ്കര ദൂത കേട്ടോ. അവനിൽ കെട്ടിടം മുഴുവനും. ഈ കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്ന ആരെന്നറിയാം? ഒരു കെട്ടിടം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. കർത്താവിന്റെ കൈപ്പണിയാണ് നമ്മൾ. ആമേൻ. പണ്ട് സ്കൂളിൽ ഒരു കുട്ടി ക്ലാസ്സിൽ എപ്പോഴും അലക്ഷ്യമായിരിക്കുമായിരുന്നു. ഭയങ്കര അലക്ഷ്യമാണ്. അപ്പൊ സാറ് നല്ലൊരു തിയറി എടുക്കുമ്പോ ഇദ്ദേഹം കിടന്നുകൊണ്ട് ബഹളം കാണിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പില് അദ്ദേഹം ഒരു പേപ്പർ വലിച്ചു കയറിയിട്ട് കൊടുത്തു. നീങ്ങി വന്നേ, ഈ പേപ്പർ യഥാസ്ഥാനപ്പെടുത്തി ഒട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. തോന്നുന്നു ഇവൻ ഈ പേപ്പറെല്ലാം കൂടെ എങ്ങനെ കീറിയെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ എല്ലാം കൂടെ ഒട്ടിച്ച് ശരിയായി വന്ന് സാറിനെ കൊണ്ട് കൊടുത്തു. അപ്പൊ സാറെന്ത് ചെയ്യുന്നറിയാമോ? ആ പേപ്പറിനെ തിരിച്ചവന് കാണിച്ചു കൊടുത്തു. അതൊരു ഇന്ത്യയുടെ മാപ്പായിരുന്നു. അവനെല്ലാം ഒട്ടിച്ച് പറക്കി ആ സാറിനെ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് പറയുന്നത്, സാറ് പറഞ്ഞത്, അപ്പൊ നീ ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. കാരണം നീ ഇത് ഒട്ടിച്ചെടുത്തത് നിനക്ക് എന്തെന്ന് അറിയാമോ? ഇല്ല. നിനക്ക് ആരും പറഞ്ഞു തന്നോ? ഇല്ല. ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. അപ്പോ ആദ്യം ഒന്ന് മനുഷ്യൻ എന്ത് ചെയ്യണം? ഒന്ന് ശരിയായ നിലയിൽ നിന്നാൽ നമ്മുടെ രാജ്യം നേരെ നിൽക്കും. ഇവിടെ നമ്മൾ വായിച്ചു വരുന്ന വാക്ക് നമ്മൾ നോക്കി ഇവിടെ ഇങ്ങനെ പറഞ്ഞു, അവനാൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി. ഓരോ ദൈവവൈദ്യനെ കുറിച്ചുമുള്ള ഞാൻ പറയട്ടെ വിമർശനങ്ങൾ വരുമ്പോഴാണ് സഭകൾ വളരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചപ്പോ ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിന്റെ കാര്യം എന്ന് ചോദിച്ചു. യേശു എന്താ എങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റത്? ആർക്കും പറയാൻ പറ്റുമോ? ഹലോ, നിങ്ങളോടാ ചോദിച്ചേ, യേശു എങ്ങനെയാ ഉയർത്തെഴുന്നേറ്റ്? എന്തുകൊണ്ടാ യേശു ഉയർത്തെഴുന്നേറ്റ്? യേശുവിന് മുമ്പേ അടക്കപ്പെട്ട ഉന്നതന്മാരുണ്ട്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തികളുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ ആഘോഷമായി കൊണ്ടുവരുന്ന സരോജിനി നായിഡുവും മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. ലക്ഷോപലക്ഷം ജനം തിങ്ങി ആരാധിക്കുന്ന സരോജിനി നായിഡു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്നാൽ യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്താ യേശുവിന്റെ കല്ലറ തുറന്നത് കാര്യം? ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. യേശുവിന്റെ എതിരാളികൾ ശക്തന്മാരായിരുന്നു. യേശുവിന്റെ എതിരാളികൾ ശക്തന്മാരായിരുന്നു. അശക്തനല്ല, ശക്തന്മാർ. എതിരാളി ശക്തനാണെങ്കിലേ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. നിന്റെ എന്റെ എതിരാളി ശക്തനായിരിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ എവിടെ നിന്ദിച്ചുവോ അവിടെ നിന്നെ ഞാൻ മാനിക്കും. നമ്മുടെ എതിരാളി ശക്തനാണ്. നമ്മുടെ എതിരാളി ശക്തനാണെങ്കിൽ മാത്രമാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ പഠനത്തിൽ കൂടെ നമുക്കൊന്ന് തീരുമാനിക്കാം, നമ്മുടെ എതിരാളി എത്രത്തോളം ശക്തനായിരിക്കുമോ അത്രത്തോളം നമുക്ക് ചിലപ്പോൾ വേദനകൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും. ഇല്ല, അതിനപ്പുറത്ത് നിനക്കും എനിക്കും ഒരു ഉയർച്ചയുണ്ട്. ഉറപ്പായിട്ടും ഉയർച്ച ഉണ്ടാകും. ആമേൻ. സ്തോത്രം. നോക്കിക്കേ, അടുത്ത് നമുക്ക് സ്തോത്രം ഹെഡിങ് എബേസ് ലേഖനത്തിന്റെ ഉദ്ദേശം. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്താ? എബേസ് ലേഖനത്തിന്റെ ഉദ്ദേശം
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-15 മുതൽ 17 വരെ. തന്റെ വായനക്കാർ വിശ്വാസത്തിലും സ്നേഹത്തിലും ജ്ഞാനത്തിലും മഹത്വത്തിന്റെ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടിലും വർത്തിച്ചു വരണമെന്ന് പൗലോസ് പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചു. യോഗ്യമായ ജീവിതം നയിക്കണമെന്നും അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാലിന്റെ 1 മുതൽ 3 വരെ. എഫേസ്യ ലേഖനം 4-ന്റെ 1 മുതൽ 3 വരെ. അഞ്ചിന്റെ 1 മുതൽ 1-ഉം 2-ഉം. ക്രിസ്തുവിൽ വീണ്ടെടുപ്പിനുള്ള ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശത്തിന്റെ സമ്പൂർണതയെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം 3 മുതൽ 14 വരെ. 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ സഭയെക്കുറിച്ചും 1-ന്റെ 22 മുതൽ 23 വരെ, 2-ന്റെ 11 മുതൽ 22 വരെ, 3-ന്റെ 21, 4-ന്റെ 11, 5-ന്റെ 25 മുതൽ 27 വരെ, 1
ഓരോ വ്യക്തിയെക്കുറിച്ചും ഒന്നിന്റെ 15 മുതൽ 21 വരെ, 2ന്റെ 1 മുതൽ 10 വരെ, 3ന്റെ 16 മുതൽ 20 വരെ, 4ന്റെ 1 മുതൽ 3 വരെ, 4ന്റെ 17, 32, 5ന്റെ 1, 6ന്റെ 20. പൗലൂസിന്റെ ആഗ്രഹം ഇത് തന്നെ. പൗലൂസിന്റെ ആഗ്രഹം ഇത് തന്നെ. അപ്പൊ നോക്കിയേ പൗലൂസിന്റെ ആഗ്രഹം. അപ്പോ പൗലൂസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, വ്യക്തികളെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിനെ ആരാധിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവരിൽ കൂടെ കളങ്കമില്ലാതെ ജീവിതങ്ങളിൽ എത്തിക്കണം. ഇതാണ് പൗലൂസിന്റെ ആഗ്രഹം. ആത്മാവ് എങ്ങനെയാണോ പൗലൂസിനോട് സംസാരിക്കുന്നത് അതുപോലെ, സ്തോത്രം, നമുക്കറിയാം 2ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 2ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരിക. 2ന്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 2ന്റെ 1 വായിച്ചിട്ട് 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കണ്ടോ? അപ്പൊ 1ാമത്തെ ആ സഭയോടുള്ള ദൂത് പിന്നെയും പൗലൂസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരിക്കുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അടുത്തതിന്റെ 6ാമത്തെ വാക്യം കൂടെ വായിച്ചേ. നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. കണ്ടോ? അത്യന്ത ധനത്തെ. അപ്പൊ ഒന്ന്, ഈ പാപങ്ങളിൽ മരിച്ചു കിടക്കുന്നവര്, അതാണ് ഏദൻ തോട്ടത്തിൽ പറഞ്ഞില്ലേ കർത്താവ്? എന്നാ പറഞ്ഞേ? നിങ്ങള് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും. നമ്മൾ വ്യക്തമായി ചിന്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പൊ തിന്നുന്ന നാളിൽ മരിക്കും. അവിടെ ഉദ്ദേശിച്ചത് ശാരീരികമായ മരണമല്ല, അവിടെ ആത്മീകമായി അവർ മരിച്ചു. നോക്കിയേ, ഇവിടെയും കുറച്ച് കിടപ്പുണ്ട്. എന്നാൽ ഇവരിൽ പ്രാർത്ഥനയുണ്ട്, ഇവരിൽ ആരാധനയുണ്ട്. പക്ഷെ എന്തില്ല? ഇവരിൽ പരിശുദ്ധാത്മാവില്ല. ആമേൻ. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പരിശുദ്ധാത്മാവ് ഇവരിലില്ല. അപ്പൊ ഇവരാരാകുന്നു? പരിശുദ്ധാത്മാവില്ല പ്രാപിക്കാത്ത വ്യക്തി ആരാണ്? എന്റെ ആത്മാവ് ഇല്ലാത്തവൻ, പറഞ്ഞേ, ആത്മോട്ട് ഇത് പറഞ്ഞേ, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പൊ അവൻ ആർക്കുള്ളവനായിരിക്കും? അതോടെ പറഞ്ഞേ. സാത്താനായിരിക്കും. ഈ ലോകത്തിലുള്ള ആ അന്ധകാരത്തിന്റെ അടിമയാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന റോസി സിസ്റ്ററിന്റെ, വേറെ ആരും ക്യാമറ ഓൺ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഇത് രണ്ടുപേരും മാത്രമേ കാണാവൂ. ബാക്കി എല്ലാവരും മൗനമായി ഇരുന്ന് കേബേജ് അരിയായിരിക്കും. ഇപ്പൊ അരിഞ്ഞോ കുഴപ്പമില്ല, സ്തോത്രം. കേബേജ് അരികയോ ബീട്രൂട്ട് അരികയോ നല്ല മീനൊക്കെ പൊളിക്കുകയോ ഒക്കെ ചെയ്തോ, കുഴപ്പമില്ല, സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ റോസി സിസ്റ്ററിന്റെ മക്കള് ഇങ്ങനെ ഒരു മോനുണ്ട്. അവനെ പ്രസവിച്ച ശേഷം അവന് എന്ത് പറഞ്ഞാലും അമ്മയ്ക്കറിയാം. അവ ഇനി നല്ലവണ്ണം പറഞ്ഞ് വരുന്നത് വരെയും സ്വന്തം അമ്മയ്ക്കറിയാം. ആമേൻ. അപ്പനെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മയ്ക്കറിയാം എന്തൊക്കെ ചോദിക്കുന്നു, എന്തൊക്കെ അവൻ ആവശ്യമുണ്ട്. അവൻ കരഞ്ഞാൽ അമ്മയ്ക്കറിയാം. പിന്നെ പതിയെ അപ്പനും പഠിച്ചെടുക്കും. തോന്നും. ആമേൻ.
എന്തെന്നറിയാമോ? അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ പറയുന്ന വാക്ക് മകന് മനസ്സിലാകണം. മകൻ അപ്പനെ അപ്പ എന്ന് വിളിക്കണം, അമ്മയെ അമ്മ എന്ന് വിളിക്കണം. എന്താ കാര്യം? കണക്റ്റഡാ അല്ലേ? അപ്പൊ അപ്പനെ അപ്പ എന്ന് വിളിച്ചില്ലെങ്കിൽ, അതാത് ഭാഷയിൽ വിളിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ ഭാഷയിൽ അവൻ സംസാര ശേഷി ഇല്ല, അവന് ആരാ? ഊമയാ. പിന്നെ അടുത്തൊരു പേരോട് വരും ബദ്രന എന്ന് പറഞ്ഞാൽ ചെവിയും കേട്ടൂടാ, സംസാരിക്കുകയില്ല. അപ്പനോട് നീ സംസാരിച്ചോ? ഇന്ന് പകലില് ആരെങ്കിലും സംസാരിച്ചോ? എത്ര മിനിറ്റ് സംസാരിച്ചു? കർത്താവിനോട് സംസാരിച്ചോ? കർത്താവിനോട് സംസാരിച്ചോ? രാവിലെ എണീറ്റിരുന്ന് സംസാരിച്ചോ? അപ്പൻ എന്തു പറഞ്ഞു? നീ ഇന്ന് പ്രാർത്ഥിക്കണ്ട, അല്ല നീ ഇന്ന് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പനോട് പ്രാർത്ഥിക്കാൻ, അപ്പനോട് ഇരുന്ന് കരയുവാൻ, നേരം വെളുത്തിരുന്ന് കർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കുവാൻ, അതിലേക്ക് ആമേൻ സ്തോത്രം ഇറങ്ങി വരുവാൻ നാം തയ്യാറായില്ലെങ്കിൽ ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. നോക്കിയേ, അടുത്ത് നമ്മൾ വായിക്കുന്നു 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയിൽ ജാഹിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. കണ്ടോ? മുൻപേ നിങ്ങൾ ആരായിരുന്നു? പ്രകൃതിയിലെ ജാതികളായി. സ്തോത്രം. അപ്പൊ ഇപ്പൊ ആരായി? അപ്പന്റെ മക്കളായി. സ്തോത്രം. കുറെ വില കൊടുത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്തൊരു ആൾ മരിച്ചു കിടക്കുക, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചെന്ന് വെച്ചോ. ഞാൻ പറയട്ടെ, എന്റെ അനുജൻ മരിച്ചുപോയി. എന്റെ അനുജൻ, അവനെങ്ങനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക. അപ്പൊ ഒരു അച്ഛമെന്ന് പറയുക, എന്റെ കയ്യിൽ ഒരു കുപ്പി മരുന്നിരിപ്പുണ്ട്, ഈ മരിച്ചു കിടക്കുക, ഞാൻ നല്ലവണ്ണം കരയുകയാണ്, ഞാൻ നെഞ്ചിലിടിച്ച് വിളിക്കുകയാണ്, എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും കരയുന്നു, എല്ലാവരും കരയുന്നു, വേണ്ടപ്പെട്ടവരും കരയുക. അപ്പോ ഈ അച്ഛമെന്ന് പറയുക, ഈ പാസ്റ്റർ എന്ന് പറയുക, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ മരുന്ന് നിങ്ങളിൽ ആരെങ്കിലും കുടിക്കുമെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ഉയർത്തെഴുന്നേൽക്കും. ഞാൻ കുടിക്കും. ഈ മരിച്ചെടുക്കുന്ന വ്യക്തി ഉയർത്തെഴുന്നേൽക്കും, ഈ മരുന്ന് കുടിക്കുന്ന ആള് മരിക്കും. ഞാൻ പറയും, പാസ്റ്റേ ഇങ്ങോട്ട് വരണം, എവിടത്താ വന്നേ? യാത്ര കൂലി തരാം, പൊക്കോളാൻ പറയും. ടാക്സിക്കാ വന്നത്, വണ്ടി അറേഞ്ച് ചെയ്ത് ഞാൻ വിടാം, പൊക്കോ പൊക്കോ പൊക്കോ, വേറെ അറിയണ്ട. എടോ, നിനക്ക് പകരം മരിക്കാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന്. ഒരാൾ പോലും ഇല്ലാതിരിക്കുമ്പോഴെവിടെ യേശു കർത്താവ് മരിച്ച് സകലത്തെയും ആമേൻ സ്തോത്രം ആമേൻ തന്റെ ജീവിതത്തിലുള്ള എല്ലാ പങ്കപ്പാടും ഏറ്റു മരിച്ച് ആമേൻ സ്തോത്രം ആ വില കൊടുത്താണ് നമ്മെ കർത്താവ് നേടിയിരിക്കുന്നത്. പകരം മരിക്കാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, അടുത്ത് അതേ അധ്യായം തന്നെ നമ്മൾ വായിക്കുന്നു. 13-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. 13-ാമത്തെ വാക്യം, 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കണ്ടോ? മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പൊ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ഒരുത്തൻ രക്തം ചൊരിയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ സമീപസ്ഥരായി തീർന്നത്. അല്ലാതെ പൂർവികന്മാര് ചെയ്ത പണ്ടാരോ പറഞ്ഞ പോലെ മനുഷ്യൻ മഴവ് എറിഞ്ഞല്ല ഈ ഭൂമി എന്നുണ്ടായത്. അദ്ദേഹത്തിനെ മഴുകൊണ്ട് വെട്ടിക്കേറി വിറകുണ്ടാക്കാനേ പറ്റൂ, അല്ലാതെ എറിഞ്ഞൊന്നുമല്ല ഈ ഭൂമി ഉണ്ടായത്. കർത്താവ് വില കൊടുത്ത് തന്നെ ചോര കൊടുത്ത് വാങ്ങിയതാ തന്റെ ജനത്തിന് വേണ്ടി. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, യേശുവിനെ അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ സമീപസ്ഥ, നമ്മൾ കർത്താവിന്റെ എപ്പോ വിളിച്ചാലും അവിടെ ഇറങ്ങി വരും. ഞാൻ ഇന്നൊരാണ്ട് ചോദിച്ചു,
നിങ്ങളുടെ വീട്ടിനകത്ത് ഈ 1 വർഷമാകാൻ പോകുന്നു. ഈ ശബ്ദം കേറിയതോടുകൂടെ അല്ലേ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നേ. പ്രൈസ് ദി ലോർഡ്. അതിനു മുൻപേ ആ ഫോൺ ചിലപ്പോ ഈ സമയങ്ങളിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. സീരിയലോ സിനിമയോ പാട്ടുകളോ കോമഡിയോ കണ്ടിരിക്കും. പക്ഷെ ഈ ശബ്ദം നിങ്ങളുടെ വീട്ടിനകത്ത് മുഴങ്ങിയത് കൊണ്ടല്ലേ ദൈവം ചിലതൊക്കെ വഴികൾ തുറന്നത്, ശത്രു ലോക്കാക്കി വെച്ചതിനെ പൊട്ടിച്ചത്. ആമേൻ. ഇനി തുറക്കില്ല എന്ന് പറഞ്ഞ് ലോക്കാക്കി ശത്രു വച്ചതിനെ പൊട്ടിച്ചത് അഭിഷക്തന്മാർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സ്വീകരണ മുറിക്കകത്ത് വന്നതുകൊണ്ടല്ലേ. പലതും ദൈവാത്മാവ് ആലോചന പറഞ്ഞത് കൊണ്ടല്ലേ പലതും പൊട്ടിത്തെറിച്ചത്. ഹല്ലേലൂയ. നോക്കിക്കേ, 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ, എഫേസ്യരുടെ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെന്താ ഈ മീതെ ചുരുക്കത്തിൽ എന്ന് പറയുമ്പോ? അതെന്താ ഈ മീതെ ചുരുക്കത്തിൽ? 2:22 വായിച്ചേ. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. കണ്ട, ഇപ്പൊ അതിന്റെ പൊരുൾ മനസ്സിലായോ? ഒന്നിച്ച്. ഹല്ലേലൂയ. അപ്പൊ അതാണ് മീതെ ചുരുക്കത്തിൽ. ചിലപ്പോ 2-ാം അധ്യായത്തിൽ കാണും, ചിലപ്പോ 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, അതും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അപ്പൊ നോക്കണം, ഇതിപ്പോ നമുക്ക് 2-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അവിടെ പറയുന്നതാണ് ആത്മാവിനാൽ ഒന്നിച്ചു പണിതിരിക്കുന്നു. ഏത് ആത്മാവിനാൽ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ചു പണിതിരിക്കുന്നു. ഒരു കെട്ടിടം ഒന്നിച്ചു പണിതിരിക്കുന്നു. ആമേൻ. കട്ടളയും കട്ടയും തമ്മിൽ, ആമേൻ സ്തോത്രം, ഒന്നായിരിക്കണമെങ്കിൽ അതിനിടയ്ക്ക് ക്ലാമ്പ് വെച്ച് കട്ടയുമായിട്ട് പിടിപ്പിച്ച് അതിനകത്ത് ആമേൻ കോൺക്രീറ്റോ ചാന്തോ എന്തെങ്കിലുമൊക്കെ ഇറക്കി അതിന്റെ കോണിപ്പെല്ലാം മാറ്റി നല്ല മേശയുടെ കയ്യിൽ എത്ര വളവുള്ള കട്ടള കിട്ടിയാലും, എത്ര വളവുള്ള ജനൽ കിട്ടിയാലും, എത്ര വളവുള്ള ഏത് സാധനം കിട്ടിയാലും, നല്ലൊരു മേശരിയാണെങ്കിൽ അതിനെ എടുത്ത് കളയാതെ അതിനെ വച്ച് പിടിപ്പിച്ച് അതിന്റെ നിലയിൽ ക്രമീകരണങ്ങൾ ചെയ്ത്, ചിലത് പോൾട്ട് വയ്ക്കേണ്ടത് വരും, ചിലത് ഡ്രിൽ ചെയ്ത് അതിന്റെ കോട്ടം തീർക്കേണ്ടി വരും. എന്തെന്നറിയാമോ? കട്ടകളെല്ലാം ഒരുമിച്ച് ഇതിനെ പിടിച്ച് ആമേൻ അമർത്തി വയ്ക്കുമ്പോൾ ഒരിക്കലും വിട്ടുകൊടുക്കാതെ നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ കെട്ടുപണിയാൽ കെട്ടിടം മുഴുവനും ഒന്നിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? മീതെ ചുരുക്കത്തിൽ എഴുതി പിടിപ്പിച്ചതിന്റെ ആഴമാണ്. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. 3:4. അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്ക് ഉള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. 5-ാമത്തെ വാക്യം കൂടെ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. കണ്ടോ? അത് പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക ഈ മർമ്മം. യേശുക്രിസ്തുവിനാൽ കെട്ടിടം മുഴുവനും ഒന്നിച്ചിരിക്കുന്നത് പോലെ ഈ ബൈബിൾ സർവേക്കകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ, ദൈവം നിന്നെ ഉറപ്പിച്ചും ആമേൻ നിർത്തിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ ആത്മാവിൽ നമ്മൾ നിറയപ്പെടുമെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഉറപ്പായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഉയർത്താൻ അവൻ ശക്തനാണ്. അതാ പറഞ്ഞത്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? നിങ്ങൾ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താണിരുന്ന് കൊടുത്തെങ്കിൽ ഒരു മേശയുടെ കയ്യിൽ ഒരു എത്ര വൃത്തികെട്ട ഒരു പാറയാണെങ്കിലും നല്ല ഒരു മേശയുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ അവൻ അടിച്ച് അതിനെ പരുവാക്കി, ചിലപ്പോ അതിനെ അടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കട്ടർ മിഷ്യൻ വെച്ചതിനെ കീറി അതിന് വയ്ക്കേണ്ട സ്ഥലത്ത് അവൻ വയ്ക്കും. എന്നാൽ ചിലരുണ്ട്, ചില കെട്ടിടം തറപ്പണി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ചില കല്ലുകളൊക്കെ ബോൾ പോലെ കിടക്കും. ബോൾ പോലെ അതിനെ ഒരിടത്തും കൊള്ളില്ല. അവരടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അതിനെ ബോളാക്കിയിട്ട് കണ്ടിട്ട് ചിലർ വിറക് കീറുമ്പോൾ കണ്ടിട്ടില്ലേ? വിറക് കീറുമ്പോ വിറക് കീറുന്ന സമയത്ത്
ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഒരു വലിയ ഒരു മുട്ടി കിടക്കും, ആരെ കൊണ്ടും കയറാൻ പറ്റാത്ത. കണ്ടിട്ടില്ലേ? അത് ഒരടുപ്പിലും കയറത്തില്ല. അങ്ങനെയുള്ളത് ഇപ്പോഴും ഉണ്ട് സഭയ്ക്കകത്ത്. അടിച്ച് ബോള് പോലെ ഇട്ടിരിക്കുക അല്ലേ? സ്തോത്രം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ചിന്തിക്കണം. ആ അധ്യായത്തിലേക്ക് വരാം, 13-ാം അധ്യായത്തിലേക്ക് വരാം. അതുകൊണ്ട് 13-ാം വാക്യം, അതുകൊണ്ട് വായിച്ചേ. 13-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മതി. ഇത് നീ അധൈര്യപ്പെട്ടു പോകരുത്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു കഴിഞ്ഞാലേ ഭയങ്കരമായിരിക്കും. ദൈവത്താൽ തുറക്കപ്പെട്ടത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ലേഖനത്തിന്റെ ഉദ്ദേശം പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. എല്ലാവരും എന്ത് ചെയ്യണം? കർത്താവിനെ ഒരുമനപ്പെട്ട് വിശുദ്ധിയോടെ ആരാധിക്കണം. ഇതാണ് ഈ പുസ്തകത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പൗലോസ് ഏൽപ്പിക്കപ്പെട്ടിരുന്നപ്പോൾ 4-ാമത്തെ അധ്യായം നമ്മൾ വരാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിനകത്ത് നമ്മൾ ആമേൻ 3-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യോട് വായിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആമേൻ. സ്തോത്രം. അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പൊ നമ്മളുടെ ഇത് പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാപിക്കണം. ആത്മാവ് പ്രാപിക്കണം. എന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. രക്ഷയുടെ അനുഭവത്തിൽ ഇതിനകത്ത് ഒരു പുതിയ ഫാമിലി ഇരിപ്പുണ്ട്. ലിജു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാ. ലിജു ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവര് ഈ രക്ഷയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അവര് മാർത്തോമ ചർച്ചിലെ വിശ്വാസികളാണ്. സ്തോത്രം. നമ്മുടെ സന്തോഷ് പാസ്റ്ററിന്റെ അനുജൻ ആയിട്ട് വരും മുറയ്ക്ക്. സ്തോത്രം. അവർക്ക് ഈ മാർഗം അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് അവർ തന്നെ പറയുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്ന സമയം മുതൽ അവർക്ക് എന്തോ ഒരു വ്യത്യാസം. നമ്മുടെ അടുക്കല്ല കേട്ടോ, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ഭവനത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴേ അന്ധകാരം മാറുകയാണ്. വെളിച്ചം ഒരിക്കലും ആമേൻ. സ്തോത്രം. ഒരു ഇരുട്ടിനും മാറിക്കൊടുക്കത്തില്ല. ഇന്ന് പകലിൽ ഈ രാത്രിയിൽ പറയട്ടെ, ദൈവകുഞ്ഞെ, ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ വരാനുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം ഉടൻ പ്രാപിക്കേണ്ടതാ പരിശുദ്ധാത്മ. അത് പ്രാപിച്ചെടുക്കണം. അതാ ഇവിടെ പരമപ്രധാനമായ ഒരു കാര്യം ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നത്. അടുത്ത് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ആമേൻ, അവിടെ ഒരു ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൂത് അവിടെ പൗലോസ് ആ 4-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ശരീരം മുഴുവനും 4-ാമത്തെ അധ്യായം 16 വ്യക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ശരീരം മുഴുവനും യുദ്ധമായി പ്രൈസ് ദി ലോർഡ് ചേർന്ന് ഏകീഭവിച്ചും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ. ഇപ്പൊ സിമന്റും മണലും കൂടെ രണ്ടായിട്ടിട്ട് കഴിഞ്ഞാൽ മണലിന് ഒരു പ്രത്യേകതയില്ല. സിമന്റും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേകത. എന്നിട്ടുമായില്ല, അതിനകത്ത് വെള്ളം ഒഴിക്കണം. പിന്നെ ഇത് രണ്ടും നല്ലവണ്ണം മിക്സ് ആയില്ലെങ്കിൽ കെട്ടിടത്തിന് ഉറപ്പ് കിട്ടത്തില്ല. ഇത് രണ്ടും നല്ലവണ്ണം മിക്സിങ് ആക്കണം. എത്രത്തോളം മിക്സിങ് ആയി ഇത് മണലും സിമന്റും കൂടെ
ഒരുപോലെ ഒരു മണത്തരിയിൽ സിമന്റ് പെരളാതെ ഇരിക്കാതെ എല്ലാത്തിനും സിമന്റ് കൊണ്ട് നിറഞ്ഞ് എല്ലാ മണത്തരികളും സിമന്റിന്റെ കളർ ആയി കഴിയുമ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത്. നല്ല പണിക്കാരൻ. മനസ്സിലായോ? ശരീരം മുഴുവനും ഒരു അവയവം പോലും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കരുത്. ഞാൻ ഒരാളെ വാ തുറന്ന് സ്നാനപ്പെടുത്തി, പേര് പറയില്ല. ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി, പക്ഷെ ഒരാളെ വാ തുറന്ന് സ്നാനപ്പെടുത്തി, പേര് ചോദിക്കരുത്, പേര് പറയുന്നു. അതെന്താ മാസ്റ്റർ എന്നെ മാത്രം വാ തുറന്ന് സ്നാനപ്പെടുത്തിയത്? അതിന്റെ വാക്കകത്തൂടെ വെള്ളം ഇറങ്ങേണ്ട ആവശ്യം. സ്തോത്രം. എന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നതിന്റെ നാവ് 32 കല്ലുകൾ കൊണ്ട്, വേലിക്കല്ലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരു സാധനമുണ്ട്. ശരീരങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന, ദൈവവും മനുഷ്യനും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഭിന്നതയുടെ ഈ സംഭവങ്ങൾ ഒരുപോലെ ഒരു സ്തോത്ര കുടക്കീഴിൽ വരണമെങ്കിൽ ശരീരം മുഴുവനും എന്ത് ചെയ്യണം? ഏകീഭവിച്ചു. എന്താ? ഒരുമിച്ച്. അല്ലേ? വായിച്ചേ 17-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറഞ്ഞത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആ പേപ്പർ കീറാതെ അടിവരട്ടോ. സ്തോത്രം. അവിടെ എന്താ പറയുന്നറിയാമോ? നിങ്ങൾ ഇനി എന്തരുത്, എങ്ങനെ ഊന്നി നടക്കരുതെന്ന്? ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി, വ്യർത്ഥമായ ബുദ്ധി, അവർ നടക്കുന്നത് പോലെ, അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. കാരണം നിങ്ങളിൽ ഇരിക്കുന്നവൻ ലോകത്തെ ജയിച്ച പരിശുദ്ധനായ ദൈവം. ആമേൻ. അടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നോക്കിയേ, 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചേ. മനം തഴമ്പിച്ചു പോയവർ, ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു സത്യത്തിന് ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. കണ്ടോ? പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. അതാണ് 4-ാമത്തെ അധ്യായത്തിനകത്തുള്ള കാര്യം. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് 14, 15 നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തുകൊണ്ടാൽ മതി. 14, 15, 18, 19, 14, 17, 18, 19, 20, 26, 27, 28 വാക്യങ്ങൾ. അടുത്ത് നമ്മൾ നേരെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെയും 10-ാമത്തെ വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അടുത്ത് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും എത്രേ. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 13-ാമത്തെ വാക്യവും 16, 18, 19, 20, 22, 23, 24 വാക്യം നമ്മൾ ആമേൻ. 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ.
അപ്പൊ ഈ 6 അധ്യായങ്ങൾ ഇതിനകത്ത് ഓരോ വാക്യങ്ങളും ഭയങ്കര വിലപ്പെട്ട വാക്യങ്ങളാണ്. എന്നാൽ എഫേസ്യരിൽ നമുക്ക് എഴുതാം, അടുത്തൊരു കുറച്ചുകൂടെ എഴുതിയിട്ടേക്കുന്ന ഈ ഭാഗം, ഈ അധ്യായം തീർക്കുകയാണ്. അതുകൊണ്ടാണ് കമ്പി വാചകത്തിൽ 2-3 അധ്യായങ്ങൾ പറഞ്ഞു വിട്ട് 6-ാമത്തെ അധ്യായം തീർത്തു വെച്ചത്. ആമേൻ. എഫേസ്യ ലേഖനത്തിന്റെ വിഷയ വിഭജനം. എഫേസ്യ ലേഖനത്തിന്റെ വിഷയ വിഭജനം. ഹെഡിങ് വിഷയ വിഭജനം. 1, ശക്തിയേറിയ ഉപദേശം. ഒരു കുത്തിട്ടിട്ട് വിശ്വാസികളുടെ വീണ്ടെടുപ്പ്. അധ്യായം 1:3, 3:19. 2 വീണ്ടെടുപ്പിൽ ക്രിസ്തുവിനുള്ള മുഖ്യസ്ഥാനം. 1:3 മുതൽ 14 വരെ. മൂന്ന്, ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിന്റെ ഫലങ്ങൾ. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിന്റെ ഫലങ്ങൾ. 2-ാം അധ്യായം 1-ാമത്തെ വാക്യവും 3:10. 4, സഭ മുഖാന്തരം ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നു. 3:1 മുതൽ 13 വരെ. 5, വിശ്വാസിയുടെ പുതിയ ജീവിതം. വിശ്വാസിയുടെ പുതിയ ജീവിതം. 4:1, 5:21. 6, വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുക. 5:8 മുതൽ 14 വരെ. 7, മക്കളും മാതാപിതാക്കളും. മക്കളും മാതാപിതാക്കളും. 6:1 മുതൽ 4 വരെ. 8, വിശ്വാസിയുടെ ആത്മീക പോരാട്ടം.
6:10 മുതൽ 20 വരെ. ഒൻപത്, ദൈവത്തിന്റെ സർവായുധം. ദൈവത്തിന്റെ സർവായുധം. 6:13 മുതൽ 20 വരെ.